الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر أولئك هم المفلحون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാം എന്ന മതം ലോകത്തിലെ മനുഷ്യർക്ക് അള്ളാഹു അനുഗ്രഹമായി നിശ്ചയിച്ച ഒന്നാണ്. മനുഷ്യന്റെ ഭൗതികമായ ജീവിതം സമാധാനപൂർണമായി തീരാനും പാരത്രികമായ ജീവിതത്തിൽ വിജയം വരിക്കാനും ആവശ്യമായ അടിസ്ഥാനപരമായ നിയമങ്ങളാണ് മതത്തിലൂടെ അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഭാവിയെക്കുറിച്ച് മനുഷ്യനൊന്നും അറിയില്ലാത്തത് കൊണ്ടും പരലോകത്തെക്കുറിച്ച് ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ ഒന്നും കണ്ടെത്താൻ അവന് പറ്റാത്തത് കൊണ്ടും അത് രണ്ടും ഇതെല്ലാം അറിയുന്ന പടച്ച റബ്ബ് മനുഷ്യന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് മതം. ഇത് മനുഷ്യരെ പഠിപ്പിക്കാൻ കാലാകാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനങ്ങൾ ചെയ്തു. പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ. ലോകത്ത് എവിടെയൊക്കെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, മുന്നറിയിപ്പുകാർ, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ദേശങ്ങളിൽ, വ്യത്യസ്തമായ കാലങ്ങളിൽ പ്രവാചകന്മാർ കൃത്യമായി വന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർക്കില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ നിശ്ചിത കാലഘട്ടത്തിലേക്കോ ഒരു നിശ്ചിത നാട്ടിലേക്കോ ഒരു നിശ്ചിത സമൂഹത്തിലേക്കോ ഉള്ള പ്രവാചകന്മാരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത, അദ്ദേഹം ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ദേശവാസികൾക്കുമുള്ള പ്രവാചകനാണ്.
മറ്റൊന്ന്, ആ പ്രവാചകൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതം അവസാനിച്ചെങ്കിലും ആ ജീവിതത്തിലൂടെ പ്രവാചകൻ ലോകത്തിന് പകർന്നു കൊടുത്ത സന്ദേശം ലോകത്തിലെ അവസാനത്തെ മനുഷ്യന് വരെ ബാധകമായ നിയമമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ കാലശേഷവും ആ പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശം ഈ ലോകത്ത് നിലനിൽക്കത്തക്ക രൂപത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ ക്രമീകരിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കോടിക്കണക്കിന് മനുഷ്യരാണ് ലോകത്ത് ജീവിച്ചത്, ജീവിക്കുന്നത്, ജീവിക്കാനിരിക്കുന്നത്. ആ മനുഷ്യർക്കൊക്കെ അവരാവട്ടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലങ്ങളിൽ പാർക്കുന്ന ദേശങ്ങളിലാണ്. അവർക്കൊക്കെ ഈ ഇസ്ലാമിന്റെ ശബ്ദവും സന്ദേശവും കൃത്യമായിട്ട് ലഭിക്കുന്ന സംവിധാനങ്ങൾ അല്ലാഹു തആല ലോകത്ത് ആവിഷ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോൾ പറഞ്ഞ വാക്ക്, ഞാൻ രണ്ട് കാര്യങ്ങൾ തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തറക്ക എന്ന വാക്കിന് ഉപേക്ഷിച്ചു, വിട്ടുപോവുക എന്നൊക്കെ അർത്ഥം. ഞാൻ പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാണ്. രണ്ട്, ആ ഖുർആൻ പ്രകാരം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഹബീബായ റസൂലിന്റെ ജീവിതചര്യയാണ്. ഇത് രണ്ടും ഈ ലോകത്ത് ബാക്കിയാക്കിയിട്ട് പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇത് രണ്ടും ആരാണോ മുറുകെ പിടിക്കുന്നത് ലൻ തളില്ലു, അവർ ഒരിക്കലും വഴി തെറ്റുകയില്ല. തെറ്റാത്ത വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് തെറ്റാതെ ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള ഒരേ ഒരു വഴി, സിറാത്തുൽ മുസ്തഖീം എന്ന ആ ഒരു വഴി, അത് ഖുർആനും പ്രവാചകന്റെ ചര്യയും മുറുകെ പിടിച്ചവന്റെ വഴിയാണ്. മുറുകെ പിടിക്കുക എന്നാൽ അത് പൊതിഞ്ഞ് ഭദ്രമായി വീടിന്റെ സുരക്ഷിത ഇടങ്ങളിൽ സൂക്ഷിക്കുക എന്നതല്ല, അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി മുറുകെ പിടിക്കുക. നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കണമെന്ന റസൂൽ പറഞ്ഞേ, വിട്ടുകളയാതെ. എന്തൊക്കെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എന്തൊക്കെ നിങ്ങളെ തേടി വരുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും വിട്ടുകളയാതെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നിങ്ങൾ ജീവിക്കണം. അതുമാത്രമാണ് ഈ ലോകത്ത് മോക്ഷത്തിലേക്കും നന്മയിലേക്കുമുള്ള തെറ്റാത്ത വഴി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഇനി ഒരു പ്രവാചകൻ വരികയില്ല, പുതിയ ഒരു വേദഗ്രന്ഥം ഇറങ്ങുകയില്ല. കാരണം അതിന്റെ ആവശ്യമില്ലാത്ത വിധം അത് രണ്ടും ഈ ലോകത്ത് പച്ചക്ക് നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 1500 കൊല്ലമായി മാറ്റത്തിന് വിധേയമാവാതെ, തിരുത്താൻ കഴിയാതെ, തിരുത്തൽ ആവശ്യമായി വരാതെ അജയ്യമായ ഒരു ഗ്രന്ഥം. ഇസ്ലാമിനുള്ളിലുള്ളവരും പുറത്തുള്ളവരും അതിന്റെ ശത്രുക്കളും ഇല്ലാതാക്കാൻ നിരന്തരമായി ശ്രമിച്ചപ്പോഴും ലോകത്ത് ഏറ്റവും തിളക്കത്തോടെ നിലനിന്ന, ഏറ്റവും നിരൂപണത്തിന് വിധേയമായ, പഠനത്തിന് വിധേയമായ, ചർച്ചയ്ക്ക് വിധേയമായ ഗ്രന്ഥം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നാം ആണ് അത് ഇറക്കിയത്. ഖുർആൻ അല്ലാഹു ഇറക്കിയതാ. അതിന്റെ സംരക്ഷണം അല്ലാഹു ലോകത്തിലെ മനുഷ്യരെ ഏൽപ്പിച്ചില്ല, ഏതെങ്കിലും ഭരണകൂടങ്ങളെ ഏൽപ്പിച്ചില്ല. ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം തന്നെ അതിനെ സംരക്ഷിക്കും. യാതൊരു കേടുപാടുകളുമില്ലാതെ, മാറ്റിത്തിരുത്തലുമില്ലാതെ ആ ഖുർആൻ അവസാനം വരെ ലോകത്തുണ്ടാവും. അത് അല്ലാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്തം, അത് അല്ലാഹു സംരക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അത് ലോകത്തങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക. 10,000-കണക്കിന് ലക്ഷക്കണക്കിന്, നിങ്ങൾക്കറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത് വിശുദ്ധ പ്രവാചക ചര്യയുടെ അതിന്റെ
ശേഖരവുമായി ബന്ധപ്പെട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഞാൻ കേട്ടു എന്നൊരാൾ പറയുന്നു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അത് പിന്നെ രേഖപ്പെടുത്തപ്പെടുന്നു. പ്രവാചകൻ അത് പറഞ്ഞു, ഞാനത് കേട്ടു എന്ന് ഒരാൾ പറഞ്ഞത് മുതൽ അത് പുസ്തകത്തിൽ രേഖയായി രേഖപ്പെടുത്തുന്ന കാലം വരെ അതാരൊക്കെയാണോ കേട്ടത് പറഞ്ഞത് അവരുടെ കൃത്യമായ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവർ സത്യസന്ധരാണോ? അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുമോ? അവർ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വാക്കുകളെ വിനിയോഗിക്കുന്നവരാണോ? അവർ അധികാരത്തിന് വേണ്ടി മതത്തിനെ ദുർബലപ്പെടുത്തുന്നവരാണോ? അവരുടെ ജീവിതം അവർക്ക് ഓർമ്മശക്തിയുള്ളവരാണോ? എന്തൊക്കെയാ രേഖപ്പെടുത്തിയ നിങ്ങൾ? ഇത്രമാത്രം മനുഷ്യന്റെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു മേഖലയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇത് രണ്ടും ഈ ലോകത്ത് വിട്ടേച്ചു പോകുന്നുണ്ട്, അത് മുറുകെ പിടിക്കുന്നവർക്ക് വഴി തെറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ സ്വത്തായിട്ട് അറിവിനെ കുറിച്ച് പറഞ്ഞത്. അറിവ്, ഈ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കുറിച്ചുള്ള അറിവ്, അവിടുത്തെ പ്രവാചകന്റെ ചര്യയെ കുറിച്ചുള്ള അറിവ്, ഈ അറിവാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമ്പിയാക്കൾ അഥവാ പ്രവാചകന്മാർ, ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാർ, അവർ ഈ ലോകത്ത് ബാക്കി വെച്ചു പോയ സ്വത്തെന്താരങ്ങള്? രത്നങ്ങളോ വമ്പിച്ച ഭൗതികമായ വിഭവങ്ങളോ നിധികളോ ഒന്നുമല്ല. പ്രവാചകന്മാർ ഈ ലോകത്ത് വിട്ടേച്ചു പോയത് അറിവാണ്. ആ അറിവ് ആരാണോ സ്വീകരിക്കുന്നത് അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പണ്ഡിതന്മാർ അൽ ഉലമാ, പണ്ഡിതന്മാർ അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പ്രവാചകന്മാർ ഈ ലോകത്ത് വിട്ടുപോയ സ്വത്ത് അറിവാണ്. ആ അറിവ് ആരാണോ ആർജിച്ചെടുക്കുവാൻ കഠിനമായി ശ്രമിച്ച് ആ അറിവ് നേടുന്നത് അവർ പ്രവാചകന്മാരുടെ സ്വത്ത് അനന്തരമെടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതുകൊണ്ട് തന്നെ അറിവ് നേടുക, അറിവ് വർദ്ധിപ്പിക്കുക, അറിവ് നേടിയവരെ ബഹുമാനിക്കുക, ഇതൊക്കെ ഈ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യരില്ല എന്ന് നീ വിശ്വസിച്ചാ പോരാ, നീ സങ്കല്പിച്ചാ പോരാ, നീ അറിയണം. എന്താ അറിവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? അത് വലിയ വ്യത്യാസം. അറിവിൽ നിന്നാണ് ശരിയായ വിശ്വാസം ആർജിച്ചു വരുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടാകുമ്പോഴാണ് അതിനെപ്പറ്റിയുള്ള നമ്മുടെ വിശ്വാസം കൃത്യമാകുന്നതും സത്യമാകുന്നതും അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരാരാണോ അവരാണ് അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആളുകൾ. നോക്കൂ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നമുക്കൊക്കെ പലപ്പോഴും പല കാര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കാനോ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കാനോ ഒക്കെ കഴിയാത്തതിന്റെ കാരണം കാര്യങ്ങൾ അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹനെ വിട്ടിട്ട് ജാറത്തുങ്ങലും അതേപോലെ ഇടങ്ങളിലുമൊക്കെ അവർ അഭയം തേടി പോകുന്നത്, അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിച്ച് അവർ സഹായം തേടുന്നതിന്റെയൊക്കെ കാരണം കാര്യങ്ങള് അവർ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അവർ പഠിച്ചിട്ടില്ല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. വിവരമുള്ള അടിമകളാണ് അള്ളാഹുവിനെ ഏറ്റവുമേറെ ഭയപ്പെടുക. നിങ്ങൾക്ക് എത്ര അള്ളാഹിനെ കുറിച്ച് അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് എത്ര വിവരം ഉണ്ടാവുന്നോ അത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഇബാദത്തിൽ ആത്മാർത്ഥത കാണിച്ച് ഇഖ്ലാസോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. എത്ര അറിവ് കുറയുന്നുണ്ടോ അത്രത്തോളം ഒരകലം നമ്മുടെ ആരാധനകളും നമ്മളും തമ്മിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുചരന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ കാലം എന്ന് പറയുന്നത് പഠനമായിരുന്നു.
യുദ്ധമല്ലാത്ത, യാത്രകളിലല്ലാത്ത, ഇനി യുദ്ധത്തിന്റെയും യാത്രയുടേതായ സമയങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പകർന്നു കൊടുത്തത് അറിവാണ്. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ ആ സ്വഹാബത്ത് പ്രവാചകനെ പഠിക്കുകയായിരുന്നു. അവസാനം വരെ, അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന് മരണത്തിന്റെ വിഭ്രാന്തി അനുഭവപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ ഈ ലോകത്ത് പഠിക്കേണ്ട അവസാനത്തെ പാഠവും പഠിപ്പിച്ചാണ് പോയത്. അലാ ഇന്നലിൽ മൗതി സകറാത്ത്, തീർച്ചയായിട്ടും മരണത്തിന് വല്ലാത്ത ഒരു വിഭ്രാന്തി ഉണ്ട് കേട്ടോ. ഇതാരെങ്കിലും പറഞ്ഞു കൊടുത്തതോ എഴുതിയതോ അല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്നാ പറഞ്ഞു കൊടുത്തേ. ഇന്നലിൽ മൗതി സകറാത്ത്, അതുവരെ പറഞ്ഞിട്ടാ റസൂൽ പോയത്. അതുകൊണ്ട് തന്നെ മതത്തെക്കുറിച്ച് അറിയുക, പഠിക്കുക. ഇതറിയാനും പഠിക്കാനുമുള്ള മാർഗം എന്താ സാധാരണക്കാർ ചോദിക്കുക. ഞങ്ങൾക്കറിയാനുള്ള മാർഗം എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉലമാ അഥവാ പണ്ഡിതന്മാർ എന്ന ഒരു സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത്. ആരാണ് പണ്ഡിതന്മാർ? എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനിൽ അഗാധമായ ജ്ഞാനം നേടാൻ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ആ ജ്ഞാനം നേടാൻ സന്ദർഭവും സാഹചര്യവുമുള്ള ഒരു കൂട്ടം ആളുകൾ എന്നും ഈ സമൂഹത്തിൽ ഉണ്ടാകും. അവർ അള്ളാഹുവിന്റെ ദീന് പഠിക്കും, അഗാധമായി പഠിക്കും, അവർ അത് മനസ്സിലാക്കും, അവർ അതനുസരിച്ച് ജീവിക്കും, അവർ സമൂഹത്തിന് ആ മതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു സംഘം ഉണ്ടാവട്ടെ. എന്താണ് ആ സംഘത്തിന്റെ സവിശേഷത? യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് അവർ ജനങ്ങളെ വിളിക്കും. ജനങ്ങളെ ഇത് നല്ലതാണ്, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, നന്മയിലേക്ക് അവർ ജനങ്ങളെ വിളിക്കുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫ്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം അറിയപ്പെട്ടതാണ്. അഥവാ നന്മയായി, നല്ലതായി അറിയപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ ജനങ്ങളെ കൽപ്പിക്കും. ഇത് ചെയ്യണം, ഇത് ചെയ്യണം. വയൻഹൗന അനിൽ മുൻകർ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് മതവിരുദ്ധമായി വെറുക്കപ്പെടേണ്ട തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ ജനങ്ങളെ തടയും. അത് പാടില്ലട്ടോ, അത് ചെയ്യരുതിട്ടോ, അത് വേണ്ടട്ടോ, അവർ ജനങ്ങളെ തടയും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ജയിച്ചവർ, അവരാണ് വിജയികൾ. അപ്പൊ അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കി ആ ദീന് ജീവിതത്തിൽ പുലർത്തി അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടാവണം, ഉണ്ടാകും. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാനി, തീർച്ചയായും മനുഷ്യർക്കിടയിലുള്ള ധാരാളം പണ്ഡിതന്മാരും പുരോഹിതന്മാരും, പണ്ഡിതന്മാരാണെന്ന് പറയുന്നവർ, അവർക്ക് അറിവുണ്ട്, അവർ പുരോഹിതന്മാരാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നവരാണ്. അത്തരം ആളുകളിൽ ഒരുപാട് ആളുകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ലയഅകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അവർ അന്യായമായി ജനങ്ങളുടെ സ്വത്ത് തിന്നുകൊണ്ടിരിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഒരു കാലത്ത് ആകാശത്തിനു കീഴെ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ജീവികൾ പണ്ഡിതന്മാരായി മാറുന്ന. ഏത് പണ്ഡിതന്മാര്? ഈ പറയപ്പെട്ട പണ്ഡിതന്മാരാണ്. തങ്ങളുടെ അറിവ്, മതത്തെക്കുറിച്ചുള്ള അറിവ്, കഴിവ്,
അവർക്ക് മതത്തെക്കുറിച്ച് അറിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ അറിവിനെയും കഴിവിനെയും അന്വേഷിച്ചു വരുമ്പോൾ ആ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ ഭാഗങ്ങളെ മറച്ചു വെച്ച് ജനങ്ങളെ സ്വത്ത് അടിച്ചു മാറ്റി അതുകൊണ്ട് ജീവിക്കുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ ലോകത്തുണ്ടാവും. അവരുടെ മറ്റൊരു പ്രത്യേകത എന്താ അറിയോ? അള്ളാഹുവിന്റെ ദീനിന്റെ ശരിക്കുള്ള മാർഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് ജനങ്ങളെ തടയും. ആ ശരിക്കുള്ള മാർഗം കേൾക്കാൻ പാടില്ല, അത് പോകാൻ പാടില്ല, അത് അറിയാൻ പാടില്ല, അത് അങ്ങനെ അവർ ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടേയിരിക്കും. കാരണം ജനങ്ങൾ അത് കേട്ടാൽ, ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ തങ്ങളുടെ ചൂഷണത്തിന് ജനങ്ങളെ കിട്ടുകയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ പുരോഹിത വിഭാഗം, ആ പണ്ഡിത വിഭാഗം യഥാർത്ഥ ദീനിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമകളെ തടഞ്ഞു നിർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആ രണ്ട് ട്രാക്ക് എന്ന് പറയുന്നത്, ഒരു തീവണ്ടി സഞ്ചരിക്കുന്ന രണ്ട് ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്ക് തെറ്റിയാൽ ഏത് സ്ഥലത്ത് പോണ തീവണ്ടി ആവട്ടെ, ട്രാക്ക് തെറ്റിയ തീവണ്ടി പാളം തെറ്റും. ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ആ ട്രാക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ സുന്നത്താണ്. അതിൽ നിന്ന് തെറ്റി വേറെ എന്തിന് അവൻ അനുസരിക്കാൻ പോയാലും അവന്റെ പാളം തെറ്റിപ്പോകും. അതുകൊണ്ട് റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വരൂ, അതിൽ നിന്ന് നിയമങ്ങൾ ആവിഷ്കരിക്കൂ. പക്ഷേ ആ ഖുർആനും സുന്നത്തും സാധാരണക്കാരായ ആളുകൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾക്ക് മുമ്പിലേക്ക് വേറെ എന്തൊക്കെയോ എടുത്തിട്ട് അവരെ നിരന്തരമായി ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ മതവിഭാഗങ്ങളിലും എപ്പോഴും ലോകത്തുണ്ടാവുന്ന, അവരെ കുറിച്ച് അള്ളാഹു നല്ല മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. മാത്രമല്ല, പൂർവകാല സമൂഹത്തിലെ പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞപ്പോ, ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരെ പറ്റി പറഞ്ഞപ്പോ അവർക്കുണ്ടായിരുന്ന ഒരു അവസ്ഥ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവർ ആ കാലഘട്ടത്തിൽ അപ്പോഴുണ്ട് അങ്ങനെ. എന്താ അവരുടെ പ്രത്യേകത അറിയോ? ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിനല്ലാഹ്. അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർ റബ്ബുകളാക്കി. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. എന്നാൽ ചില ആൾക്കാർ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി. എന്താ അങ്ങനെ പറഞ്ഞാൽ? പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും നമ്മൾ അള്ളാഹിനെ ആരാധിക്കുന്ന പോലെ ആരാധിച്ചതാണോ? അങ്ങനെയല്ല. ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവാണല്ലോ ഹറാമും ഹലാമും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇത് ഹറാമ്, ഇത് ഹലാല് എന്നതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണല്ലോ. എന്നാൽ ചില പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ വാക്കിനെ മാറ്റിവെച്ചിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഹലാലുകളും ഹറാമുകളും ഉണ്ടാക്കി. ഇതാണ് മതം, ഇതാണ് ആചാരം, ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഖുർആൻ പഠിപ്പിക്കാത്ത സ്വന്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ സ്വയം നിർമ്മിച്ചെടുത്തു. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ജനങ്ങൾ ജീവിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില ത്വരീഖത്തുകളെ പിൻപറ്റുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കണ്ടി, എന്താ ഒരവസ്ഥ? ഖുർആൻ അവർക്കൊന്നുമല്ല, ഹദീസുകൾ അവർക്ക് വിഷയമേ അല്ല, പ്രവാചകന്റെ ചര്യ അവർക്ക് ജീവിതത്തിൽ ബാധകമേ അല്ല. അവരുടെ ത്വരീഖത്തുകളുടെ ശൈഖന്മാർക്ക് ചില വഹിയൊക്കെ കിട്ടും അത്രേ. ആ വഹി പ്രകാരം ആ ത്വരീഖത്തിന്റെ ശൈഖുമാര് പറയുന്നതനുസരിച്ച് ഇവർ നിസ്കരിച്ചും ജീവിക്കും, നിസ്കരിക്കാതെയും ജീവിക്കും. അവർ പല കോലത്തിൽ ജീവിക്കും. ആ ശൈഖുമാര് പറയുന്നതാവൂല മതം. അത് ഇപ്പോഴുമല്ല, പണ്ടുണ്ട്, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് സമന്മാരാക്കുക. ഏത് വിഷയത്തിൽ? മതത്തിന്റെ നിയമങ്ങൾ അള്ളാഹുവാണ് പഠിപ്പിച്ചത് എന്ന വിഷയത്തിൽ അള്ളാഹുവിന് പുറമെ ഞങ്ങൾക്കും ഹറാമുകളും ഹലാലുകളും തീരുമാനിക്കാൻ അധികാരമുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയാം. മറ്റു ചില മതങ്ങളിലൊക്കെ, നമ്മുടെ ചില സമൂഹത്തിൽ ജീവിക്കുന്ന ഇതര സമുദായങ്ങളിലൊക്കെ അവരുടെ വലിയ പുരോഹിതന്മാർക്ക് മതനിയമങ്ങൾ ആവിഷ്കരിക്കാൻ അധികാരമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിലും ചില ആളുകൾ അങ്ങനെ. ഈ ആയത്തിനെ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ ഇമാം റാസി റഹ്മഹുല്ല 8 നൂറ്റാണ്ട് മുമ്പ്, അന്ന് ഇമാം റാസി റഹ്മഹുല്ല തന്റെ ഉസ്താദിനെ ഉദ്ധരിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ഇമാം റാസിയുടെ ഉസ്താദ് പറഞ്ഞു അത്രേ,
ഞാൻ ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോ അത് ഖുർആനിനും സുന്നത്തിനും എതിരാണ് എന്ന് അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചപ്പോ അവർ പറഞ്ഞു അത്രേ, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും വിഷയമല്ല, ഞങ്ങളുടെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും എന്ത് പറഞ്ഞോ അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമെന്ന് അവർ പറഞ്ഞത്രേ. 8 നൂറ്റാണ്ട് മുമ്പത്തെ വർത്തമാനം ഇമാം റാസി പറയുന്നത് വർത്തമാനകാലത്ത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണ്ഡിതന്മാർ 2 തരക്കാരുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ദീന് പഠിച്ച് ഖുർആനും പ്രവാചകചര്യയും പഠിച്ച് സമൂഹത്തിന് അതിന്റെ ശരിയായ അതിന്റെ വഴി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ. രണ്ടാമത്തെ വിഭാഗം ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ സമ്പത്തും മാനവും അഭിമാനവും കൊള്ളയടിച്ച് അതുകൊണ്ട് തടിച്ചു കൊഴുത്ത് ജീവിക്കുന്ന മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ. അവർ യഥാർത്ഥമായ മതം മനസ്സിലാക്കുന്നതിൽ നിന്ന് ജനങ്ങളെ നിരന്തരമായി തടഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സമൂഹത്തിലെ ഈ 2 വശങ്ങളെയും നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിലെ ഈ 2 ധ്രുവങ്ങളുടെ വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അറിവ് നേടാനും അത് ആരിൽ നിന്നാണ് നേടേണ്ടത് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധി അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. ആ ബുദ്ധിയെ പാരമ്പര്യങ്ങളുടെയോ മറ്റെന്തിന്റെയും ഒക്കെ പേരിൽ പണയപ്പെടുത്താതെ ആ തെളിഞ്ഞ ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദീന് ഖുർആനും സുന്നത്തും പഠിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിലൂടെ സലഫുസ് സാലിഹുകൾ ഏത് രൂപത്തിലാണോ ആ കാര്യങ്ങളെ മനസ്സിലാക്കിയത് ആ മാർഗത്തിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ തെളിഞ്ഞ പ്രഭാതത്തിന്റെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അറിവ് നന്നായി നേടാനും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അള്ളാഹുവിന്റെ ദീന് അതിന്റെ തിളക്കത്തോടുകൂടി നിലനിൽക്കാൻ കഠിനാധ്വാനം ചെയ്ത പണ്ഡിതന്മാർ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അവർ രചിച്ച പുസ്തകങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ച പുസ്തകങ്ങൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചാലേ നമ്മുടെ തലക്കുമേൽ ഉയരമുള്ള ഗ്രന്ഥശേഖരങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ അച്ചടി മഷീലല്ല, കോഴിത്തൂവല് പോലുള്ള ചില ഉപകരണങ്ങളും മഷീൽ മുക്കിയിട്ട് അവർ എഴുതിയത്. വർഷങ്ങളുടെ അവരുടെ തപസ്യയായിരുന്നു ആ എഴുത്ത്. എന്തിനായിരുന്നു? തലമുറകൾക്ക് ഈ ദീന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഇമാം ബുഖാരി റഹ്മഹുള്ളയൊക്കെ ഹദീസുകൾ ക്രോഡീകരിക്കാനുള്ള കാരണം എന്താ പറയുന്നത്? ഹദീസുകളുടെ ലോകത്തിലേക്ക് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരണത്തിലൂടെ പ്രവാചകന്റെ പേരിൽ കള്ള ഹദീസുകൾ കടത്തിക്കൂട്ടാൻ ശ്രമമുണ്ടായപ്പോ ആ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് തോന്നി, ഇപ്രകാരം മുന്നോട്ട് പോയാൽ ഏതാണ് ശരിയായ ഹദീസ് ഏതാണ് തെറ്റ് എന്ന് കണ്ടെത്താൻ ഒരു തലമുറയിലെ ജനങ്ങൾക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് ഹദീസുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അവർ ഹദീസുകൾ കളക്ട് ചെയ്തത്. കാരണം എവിടുന്ന ഹദീസ് കിട്ടുക? പുസ്തകത്തിലായിട്ടില്ലല്ലോ, പിന്നെ എവിടുന്ന കിട്ടുക? ഇന്ന നാട്ടിലൊരു പണ്ഡിതനുണ്ട്, അയാൾക്ക് ഹദീസ് അറിയാം, അവിടെ പോവാണ്. നിങ്ങൾക്ക് ഹദീസ് അറിയോ? അറിയും. എത്ര ഹദീസ് അറിയാം? എനിക്ക് ഇത്ര ഹദീസ് അറിയാം. ആരെങ്ങൾക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ചവരുടെ ചരിത്രമടക്കം എഴുതുക. പിന്നെ അടുത്ത നാട്ടിലേക്ക് പണത്തിന് വേണ്ടിയല്ല, പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിന്റെ പണം വാങ്ങാനല്ല, അത് വിറ്റ് കാശുണ്ടാക്കാനല്ല, അള്ളാഹുവിന്റെ ദീന് ഈ ലോകത്ത് നിലനിർത്താൻ. ജയിലിൽ കടന്ന പണ്ഡിതന്മാരുണ്ട്, ഇമാമുമാരെ. നമ്മുടെ നാല് ഇമാം അബൂ ഹനീഫയെ, ഇമാം ഷാഫിയുടെയൊക്കെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ദീന് ലോകത്ത് നിലനിൽക്കാൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ തീ കത്തുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ കഷ്ടപ്പാടിലൂടെയാ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഈ മതം ഇങ്ങനെ തെളിമയോടെ നിൽക്കണേ. ആരൊക്കെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചിട്ടും ആരൊക്കെ ചുട്ടി ചാമ്പലാക്കാൻ ശ്രമിച്ചിട്ടും ലോകത്തിലെ വല്ലാഹു മുതിമ്മു നൂരി, ആരൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും റബ്ബതിന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ആ പൂർത്തീകരണം ലോകത്തങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതേ ആ മഹാരഥന്മാരുടെ കഠിനാധ്വാനങ്ങളിലൂടെയാണ്.
നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളൊക്കെ ചെറിയ പൈസക്ക് വാങ്ങുന്ന അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ അല്ലേ, 10,000-4,000 റുപ്യ കൊടുത്താൽ കിട്ടുന്നത്. ആ പരിഭാഷയൊക്കെ എഴുതാൻ ആ മഹാപണ്ഡിതന്മാർ 25 കൊല്ലത്തിലേറെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പള്ളിയുടെ മേലെ വീടിന്റെ ഉള്ളിലൊക്കെ അവർ എഴുതി എത്ര കഷ്ടപ്പെട്ടില്ലേ അവർ ഈ ലോകത്ത് അറിവ് നിലനിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അതോടൊപ്പം തന്നെ അല്ലാഹു തആല നേരത്തെ പറഞ്ഞ പോലെ അറിവ് നേടി ആ അറിവിനെ ദുരുപയോഗം ചെയ്ത് തങ്ങൾക്കറിവുണ്ട് എന്ന് ജനങ്ങളെ ധരിപ്പിച്ച് ആ അറിവ് തേടി വന്ന ജനങ്ങളെ നിരന്തരമായി ചൂഷണം ചെയ്ത് അള്ളാഹുവിൽ നിന്ന് അകറ്റി നിർത്തി ആ ജനങ്ങളുടെ സമ്പത്തും അഭിമാനവും കൊള്ളയടിച്ച പണ്ഡിതന്മാരും എക്കാലത്തും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മുടെ കേരളക്കരയിൽ ആദ്യമായിട്ട് ഇസ്ലാം മതം കടന്നു വന്നത് 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ദീന് കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത കാലത്ത് എന്തായാലും ഈ കേരളത്തിലേക്ക് ദീന് വന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അറബികളായ കച്ചവടക്കാരിൽ കൂടിയാണ്. അവരുടെ സത്യസന്ധതയും അവരുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളും അവരുടെ സഹവർത്തിത്വവും അവരുടെ സാഹോദര്യവും ഒക്കെയാണ് കേരളക്കരയിൽ ഇസ്ലാമിന്റെ വ്യാപനത്തിന് വലിയ തോതിൽ കാരണമായത്. 7-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഏകദേശം കേരളക്കരയിലെ മുസ്ലിങ്ങളുടെ ജീവിതം അവരുടെ ജീവിതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലമാണ്. 15-ാം നൂറ്റാണ്ടിൽ വൈദേശികരായ പോർച്ചുഗീസുകാരിലൂടെ കേരളത്തിന്റെ തീരത്തിലേക്കുള്ള വൈദേശികരുടെ വരവ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിനെ വല്ലാതെ മാറ്റിമറിച്ച സംഭവങ്ങളിൽ ഒന്നാണ്. വാസ്കോഡഗാമയുടെ കീഴിലുള്ള സംഘം കേരളത്തിലെത്തിയത് സത്യത്തിൽ കച്ചവടത്തിന് വേണ്ടിയായിരുന്നില്ല. നമ്മളൊക്കെ പഠിച്ച സാമൂഹ്യ ശാസ്ത്രത്തിൽ കച്ചവടത്തിന് വേണ്ടി വന്നു എന്നാണ്. അങ്ങനെയായിരുന്നില്ല. അതിനു മുമ്പേ ലോകത്ത് നൂറ്റാണ്ടുകൾ നിലനിന്ന കുരിശ് യുദ്ധങ്ങൾ, ആ കുരിശ് യുദ്ധത്തിന്റെ ഭാഗമെന്നോണം മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘമാണ് അറബ് മുസ്ലിങ്ങളുടെ കച്ചവടത്തിന്റെ സ്രോതസ്സായ കേരളത്തിന്റെ തീരവുമായുള്ള അവരുടെ വാണിജ്യ ബന്ധങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് വാസ്കോഡഗാമയും കൂട്ടരും വന്നത്. അതിലവർ ജയിച്ചിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന ഭരണാധികാരികളെ തെറ്റിദ്ധരിപ്പിച്ച് അറബികളുടെ കച്ചവടങ്ങൾ അവസാനിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ആ അറബി കച്ചവടക്കാരും കേരളത്തിലെ ഭരണാധികാരികളും തമ്മിലുള്ള മധ്യവർത്തികളായി, ഇടനിലക്കാരായി, ബ്രോക്കർമാരെ പോലെ ജീവിച്ചവരായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ, ആദ്യകാല മുസ്ലിങ്ങൾ. അറബി കച്ചവടക്കാരും കേരളത്തിലെ ഭരണാധികാരികളും തമ്മിലുള്ള കച്ചവട ബന്ധത്തിന്റെ മധ്യവർത്തികളായിരുന്നു. അവർ സമ്പന്നരായിരുന്നു, അവർ അധികാരമുള്ളവരായിരുന്നു, അവർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു ഭരണകൂടത്തിന്റെ മുമ്പിലും കച്ചവടക്കാരുടെ മുമ്പിലും. പക്ഷേ വൈദേശികരുടെ വരവിൽ അറബികളുടെ കച്ചവടം അവസാനിച്ചപ്പോ സത്യത്തിൽ പെട്ടെന്ന് ആകാശത്തുനിന്ന് വീണവരെ പോലെയായി കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ. വൈദേശികരായ പോർച്ചുഗീസുകാരടക്കമുള്ള വൈദേശികർ കേരളം ഭരിക്കുന്ന ഭരണാധികാരികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രൂപത്തിൽ വിഷം കലക്കി. തലമുറകളെ ഭരണാധികാരികൾക്ക് വേണ്ടി മാറ്റിവെച്ച കുഞ്ഞാലി മരക്കാന്മാരെ പോലും അവർ ഈ ഭരണകൂടത്തിന്റെ മുമ്പിൽ ശത്രുക്കളാക്കി മാറ്റി. ഒരു മനസ്സായി നിന്ന് ഒന്നിച്ചു പൊരുതേണ്ടവർ രണ്ടായി പൊരുതി. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സമ്പന്നമായി ജീവിച്ചിരുന്ന മുസ്ലിം സമൂഹം വൈദേശികരുടെ ആക്രമണത്തിന്റെ കെടുതികൾ കൊണ്ട് തീരപ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോ ഉൾപ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്ന് അവർക്കാകെ അറിയുന്ന ജോലി കച്ചവടമായിരുന്നു. അത് തീരപ്രദേശങ്ങളിൽ മാത്രമായിരുന്നു. ആ കച്ചവടം നിന്നപ്പോ അവർ പട്ടിണിയിലായി. തീരപ്രദേശങ്ങളിലേക്ക് മാറിപ്പാർത്ത മുസ്ലിങ്ങൾ ചെന്നിമാരുടെ പറമ്പുകളിൽ, അവരുടെ വയലുകളിൽ അടിമകളെപ്പോലെ പണിയെടുത്ത് ജീവിച്ച്. പക്ഷെ അപ്പോഴും അവർ മതപരമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചിരുന്നു. കേരളത്തിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ മനോഹാരിത കണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ച് നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ നാടടക്കമുള്ള ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ വരവുണ്ടാകുന്നതിന് ഒരു 100-400 കൊല്ലത്തെ പഴക്കേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴയ പള്ളി ഏതാണെന്ന് പരിശോധിച്ച് നോക്കേണ്ടി. ഒരു 100-400 കൊല്ലത്തിന്റെ അപ്പുറത്തേക്കുള്ള പഴക്കം ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ ഈ ഉൾപ്രദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിന്റെ പഴക്കത്തിന്. അവർ പുതിയതായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ഇന്നാട്ടുകാരാ, പുറത്തുനിന്ന് വന്നവരല്ല.
ജാതീയതയുടെയും ഐത്തത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും വല്ലാത്ത ദുരിതമനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ അവർ ഒരു കാര്യം മനസ്സിലാക്കി. ഇസ്ലാം മതം സ്വീകരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, സുന്നത്ത് കല്യാണം കഴിച്ചാൽ, വെള്ളക്കാച്ചി തുണിയെടുത്താൽ പിന്നെ ഐത്തത്തിന്റെ തൊട്ടുകൂടായ്മയുടെ പ്രശ്നമല്ല, ഓനൊരു മനുഷ്യനായിട്ട് ജീവിക്കാം. അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടത്ര സംവിധാനങ്ങളില്ലാത്ത ഒരു കാലം. പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾക്ക് കൃത്യമായി ശാസ്ത്രീയമായി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിൽ ആദ്യമുണ്ടായ സ്ഥാപനം പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയാണ്. അതുണ്ടായത് 1901 അടുത്ത്. അതിന്റെ മുമ്പ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മറ്റു മതത്തിൽ നിന്ന് വന്ന ആളുകൾ പേരുകൊണ്ട് മുസ്ലിമായി എന്നല്ലാതെ അവരുടെ വിശ്വാസങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. കർമ്മങ്ങളൊന്നും വല്ലാതെ നിസ്കാരം, നോമ്പും. നമ്മുടെ നാട്ടിലെ പഴയ ആൾക്കാരോട് ചോദിച്ചു നോക്കണ്ടി, അവരുടെ കുട്ടിക്കാലത്തൊക്കെ നിസ്കാരം, നോമ്പും കാര്യങ്ങളൊന്നും ഇത്രത്തോളം ഇല്ല. അതൊക്കെ പിൽക്കാലത്തെ ഒരു ജാഗരണത്തിൽ ഉണ്ടായതാണ് അല്ലേ. മതം പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള പണ്ഡിതന്മാർ ജനങ്ങൾക്ക് മതം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ നിർബാധം പടർന്നു പിടിച്ചു. വിദ്യാഭ്യാസമൊക്കെ സമൂഹത്തിൽ നിഷേധിക്കപ്പെട്ടു. പുരോഹിതന്മാരുടെ കാൽ കീഴിൽ സകലവും സമർപ്പിച്ച് ജീവിക്കേണ്ട ഒരു ജനതയായിട്ട് മാറി. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കേരളത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നിട്ടോ. മക്തി തങ്ങളെ പോലെ, ഹമദാനി തങ്ങളെ പോലെ ഒറ്റപ്പെട്ട വ്യക്തികളുടെ ശക്തമായ ശ്രമങ്ങൾ, സ്വന്തമായി പത്രങ്ങൾ തുടങ്ങിയവർ, സ്വന്തമായി മാസിക നടത്തിയവർ, ഒന്നുമില്ലാതെ ആരുമില്ലാതെ ഒറ്റക്ക് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചവർ, കല്ലേറ് വാങ്ങിയവർ, ഓലപ്പടക്കത്തിന്റെ മാലയേറ്റു വാങ്ങിയവർ ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഓരോരോ പ്രദേശങ്ങളിൽ അവർ വിതച്ച വിത്ത്, അവർ ഇളക്കിയ മണ്ണ്, ആ മണ്ണിൽ നിന്നാണ് 1924 കേരളത്തിൽ ആസൂത്രിതമായ ഒരു മതപ്രബോധക സംഘം ഉണ്ടാവുന്നത്. പണ്ഡിതന്മാരുടെ സംഘം, കേരള ജംഇയ്യത്തുൽ ഉലമ. 1924 ഒരു മെയ് മാസത്തിൽ ആലുവയിലാണ്. അതൊരു സംഘടനയായിട്ടല്ല, ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ്. എന്താണ് ആ പ്ലാറ്റ്ഫോം? ഖുർആനും സുന്നത്തും സച്ചരിതരായ സലഫുസാലികൾ പഠിപ്പിച്ചതുപോലെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. അതിന്റെ പേര് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് ലോകമാസകലം മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ പേരാ. അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ രജിസ്ട്രേഡ് പേരല്ല. ലോകത്തിലെ മുസ്ലിങ്ങൾ ആദ്യമായി രണ്ടായിട്ട് വേർതിരിഞ്ഞത്, ഒന്ന് സുന്നി, മറ്റൊന്ന് ഷിയ. ഷിയത്തു അലി എന്ന പേരിൽ അലിയാണ് പ്രവാചകന് ശേഷം അനന്തരാവകാശിയാവേണ്ടത്. അബൂബക്കറും ഉമറും ഉസ്മാനും ആയിരക്കണക്കിന് സഹാബികളും അവരൊക്കെ കാഫിറുകളാണ്. പ്രവാചകന്റെ വാക്കുകളെ വെട്ടിയും തള്ളിപ്പറഞ്ഞും ഒരു പുതിയ സംഘം ഉണ്ടായി. അപ്പൊ യഥാർത്ഥ മുസ്ലിങ്ങൾ അവർക്ക് സ്വീകരിച്ച പേരെന്താ അറിയോ? അഹ്ലുസുന്നത്തി വൽ ജമാഅ. പ്രവാചകന്റെയും സഹാബത്തിന്റെയും ആളുകൾ. പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അത്, സഹാബത്ത് എങ്ങനെയാണോ ജീവിച്ചു കാണിച്ചത് അത് സ്വീകരിച്ച് ജീവിക്കുന്നവർ, അവരെയാണ് പിൽക്കാലത്ത് സുന്നി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടത്. ആ സുന്നി വിഭാഗത്തിലെ പണ്ഡിതന്മാരാണ് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് 1924. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഈ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുവാനുള്ള ഒരേ ഒരു മാർഗമെന്ന് മനസ്സിലാക്കിയ ഈ പണ്ഡിതന്മാർ അത് കേരളക്കരയിൽ നന്നായി പ്രചരിപ്പിച്ചു. അതിനെതിരെ ശക്തമായ പ്രതിരോധങ്ങൾ ഉണ്ടായി. കാരണം മതത്തിനെ ചൂഷണത്തിന്റെ മാർഗമായി ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർക്ക് ഈ സംഘത്തിന്റെ പ്രവർത്തനം അത്ര നന്നായി തോന്നിയില്ല. അവരും ഒരുമിച്ച് കൂടി, അവരും ഉണ്ടാക്കി സംഘടനകൾ. 1924 ഉണ്ടായ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന സംഘം ഇന്ന് കേരളത്തിൽ അതിന്റെ 100ാമത്തെ വാർഷികം ആഘോഷിക്കുക. ഈ 100 വർഷക്കാലത്തെ അതിന്റെ പ്രവർത്തനമാണ് ഇന്ന് കേരളം കാണുന്ന മതപരമായ സകല പുരോഗതിയുടെയും കാരണം. മതം മാത്രമല്ല, രാഷ്ട്രീയമായ, സാംസ്കാരികമായ കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സൗഖ്യത്തിന്റെയും കാരണം ഈ ഒരു സംഘമാണ്, അവരുടെ പ്രവർത്തനമാണ്. കേരളത്തെക്കാൾ മുസ്ലിങ്ങളുള്ള ഒട്ടനേകം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. മുസ്ലിം രാജാക്കന്മാർ കൊല്ലങ്ങളോളം ഭരിച്ച സംസ്ഥാനങ്ങൾ.
പ്രമാണിമാരും പണക്കാരും കോടീശ്വരന്മാരുമായ ധനാഢ്യന്മാർ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾ, അവിടങ്ങളിലൊന്നുമില്ലാത്ത മതപരമായ, സാംസ്കാരികമായ, ഈമാനികമായ, വിദ്യാഭ്യാസപരമായ പുരോഗതി കേരളത്തിലെ മുസ്ലിങ്ങൾ ആർജിച്ചെടുത്തത് ഈ ഒരു പണ്ഡിത സംഘത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ്. ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ജീവന് ഭീഷണി ഉണ്ടായിട്ടുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്, പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്, നാട് വിട്ടു പോകേണ്ടി വന്നവരുണ്ട്, പട്ടിണി കിടക്കേണ്ടി വന്നവരുണ്ട്. പക്ഷെ അവർ കഠിനാധ്വാനം ചെയ്തു. നടന്നും ഇരുന്നും നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു വെളിച്ചം എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആളുകളുടെ പോയ കാലത്തെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറെ അത്ഭുതം തോന്നും, സങ്കടം തോന്നും. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന് ധനം സമാഹരിക്കാൻ വേണ്ടി ഒരു പ്രമാണിയായ ആളെ കാണാൻ തിരൂരിലേക്ക് പോയത്രേ. നമ്മുടെ ഈ പള്ളിയിലെ അതിൽ പല ആളുകളും മരണപ്പെട്ടു പോയി, 1-2 ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നുള്ളൂ. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകട്ടെ. അവിടെ ചെന്നപ്പോൾ നമ്മൾ അന്വേഷിച്ചു പോയ വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ലഹള നടക്കുക. കണ്ടവരെയൊക്കെ പോലീസ് പിടിച്ച് അവരെന്തൊക്കെയോ ചെയ്യുന്ന സമയത്ത് ഈ സാധു ആളുകൾ തിരൂര് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴറിഞ്ഞത് സംഗതി സംഘർഷഭരിതമാണ്. തിരിച്ചു പോരാൻ വാഹനങ്ങളിൽ എല്ലാവരും പറഞ്ഞു. പരിചയമില്ലാത്ത ആളുകളൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട്, ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പൊതുവെ. അപ്പൊ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഗുണ്ടാ ലിസ്റ്റിലായിരിക്കും. വേഗം തടിയെടുത്തോടി. ആ സാധുക്കള്, രോഗികള്, ഏറെ പ്രായം ചെന്നവരെ കണ്ടതില് അവസാനം തിരിച്ചു പോരാൻ ഒരു വാഹനം കിട്ടാതെ വന്നപ്പോ മീൻ കൊണ്ടുവരുന്ന ഒരു ലോറി കിട്ടിയത്രേ. അന്നത്തെ ലോറിയിൽ ബോക്സിലല്ല മീൻ കൊണ്ടുവരാ, ലോറിയിൽ ഒന്നായിട്ട് മീൻ അങ്ങോട്ട് ചെതറിട്ടാ പോരാ. ആ മീന് മാറ്റിയിട്ട് മൂലയിൽ ആ ലോറിയുടെ മൂലയിൽ കിടന്നും ഇരുന്നും അവർ നാട്ടിലേക്ക് ജീവനും കൊണ്ടുപോകുന്ന കഠിനാധ്വാനത്തിന്റെ, പ്രയാസത്തിന്റെ, കണ്ണീരിന്റെ നനവുള്ള ഒട്ടനേകം കഥകൾ അവർക്ക് പറഞ്ഞു തരാനുണ്ട്. പക്ഷെ നമ്മുടെ പുതിയ തലമുറയുടെ പ്രത്യേകതകൾ, നമുക്ക് ചരിത്രത്തോട് താല്പര്യമില്ല. നമ്മൾ അനുഭവിക്കാത്തതൊക്കെ കെട്ടുകഥകളാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ അനുഭവിച്ചത് മാത്രമാണ് അനുഭവങ്ങൾ, ബാക്കിയൊക്കെ പഴങ്കഥകളാണെന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കണേ. അതുകൊണ്ട് തന്നെ ജാഹിലിയത്തിന്റെ വിലയറിയാത്തവന് വിശ്വാസത്തിന്റെ വിലയറിയില്ല. ചരിത്രം ഒരു സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ വഴിയാണ്. ചരിത്രം ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. ചരിത്രം ഒരു സമൂഹത്തിന്റെ സമ്പന്നതയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ഒരു സമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗധാരങ്ങൾ അവരുടെ ചരിത്രത്തെ ഇല്ലാതാക്കുക. അഭിമാനത്തോടുകൂടി, പ്രൗഢിയോടുകൂടി തല ഉയർത്തിപ്പിടിക്കാൻ എൻ്റെ പരമ്പര ഇതാണ്, എൻ്റെ പൂർവികർ ഇതാണ് എന്ന് സമൂഹത്തോട് നെഞ്ചുവിരിച്ച് പറയാൻ കഴിയാത്ത വിധം ആ ചരിത്രത്തിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുത്താൽ നമ്മൾ ഒന്നുമില്ലാത്ത 7ാം കൂലികളായി മാറും. അതിനുള്ള ശ്രമങ്ങൾ എമ്പാടും നടക്കുന്നുണ്ട്, ലോകത്തും രാജ്യത്തും നമ്മുടെ നാട്ടിലും ഒക്കെ. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ ആ വിയർപ്പിന്റെ ഗന്ധം അറിയുന്നവർക്ക്, ചരിത്രത്തിന്റെ വിയർപ്പിന്റെ ഉപ്പുരസം അറിയുന്നവർക്കാണ് ഇന്ന് അനുഭവിക്കുന്ന സുഖത്തിന്റെ കുളിര് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റുക. ഈ ദീനിനോടും ഈ പ്രസ്ഥാനത്തോടുമൊക്കെ കൂറില്ലാത്തവരാവാനുള്ള കാരണധാരങ്ങൾ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. വിരിച്ച പായയിൽ കിടക്കുന്നവന് അതിന്റെ പ്രയാസം അറിയില്ല. ആ പായ വിരിക്കാനുള്ള നിലമുണ്ടാക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞവന്റെ കഷ്ടപ്പാടറിയില്ല. എനിക്ക് അധികാരം കിട്ടിയെങ്കിൽ പിന്നെ ഒന്നും വേണ്ട എന്ന് വെക്കുന്ന അധികാരത്തിന്റെ മത്തുബാധിച്ചവരുടെ കയ്യിലേക്ക് സമൂഹം എത്തിപ്പെടുമുണ്ടാകുന്ന ഒരു ദുർഗതിയാണ് ഈ കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ 100ാമത് വാർഷികം കഴിഞ്ഞ ഒരു വർഷമായി വിവിധ പരിപാടികളിലൂടെ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ആ വാർഷികത്തിന്റെ സമാപനം ഒരു ബഹുജന സംഗമത്തോടുകൂടി കോഴിക്കോട് കടപ്പുറത്ത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച ഉച്ചക്ക് 4:30 മണി മുതൽ അസർ നമസ്കാരം കഴിഞ്ഞ് വൈകുന്നേരം 9 മണി വരെ. വേറെയും ചില സംഘടനകളൊക്കെ ഇതേ അവകാശവാദവുമായി അവർ വമ്പിച്ച വാർഷികങ്ങൾ നടത്തുന്നുണ്ട്. അവിടെയാണ് പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പാടിന്റെ, സാമ്പത്തിക പ്രയാസത്തിന്റെ, വാർദ്ധക്യത്തിന്റെ, രോഗങ്ങളുടെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് നടുവിൽ നിന്ന് ഈ പണ്ഡിതന്മാർ അവരുടെ 100ാം വാർഷികത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. പോകണം നമ്മളൊക്കെ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖമുണ്ടല്ലോ, നമ്മൾ ഇന്ന് സുജൂദ് ചെയ്യുന്ന ഇടങ്ങളുണ്ടല്ലോ, നമ്മൾ ഇന്ന് കാറ്റുകൊള്ളുന്ന ചാരിയിരിക്കുന്ന ചുവരുകളുണ്ടല്ലോ, തണുത്ത AC-യിൽ നമ്മളൊക്കെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഇടങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാലത്ത് ചോരയും നീരും ചിന്തിയ അവരുടെ വഴിയിലേക്ക് നമ്മൾ നിർത്തി നോക്കാൻ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ കോഴിക്കോട് എത്തണം. അതിന് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവരുത്. ഇത്രയും വലിയ ഒരു മഹലിൽ നിന്ന് ഒരു ബസ് ഏൽപ്പിച്ചിട്ട് സീറ്റുകൾ ബാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് പറയുന്ന സങ്കടം എനിക്കുണ്ട്.
അതുകൊണ്ട് തന്നെ